ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 2. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തപ്താത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത് സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പാണ്ഡ്യദേശത്തെ രാജാവായ ഭഗവത് ഭക്തനായ ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തില് ഒരിക്കല് ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പരിസരമെല്ലാം മറന്ന് തൻ്റെ മനസ്സിൽ ഭഗവാന്റെ രൂപം മാത്രം ചിന്തിച്ചുകൊണ്ട് ആ പൂജയിൽ മാത്രം മുഴുകിയിരുന്നത് കൊണ്ട് ഇവിടെ അഗസ്ത്യമുനി വന്നെത്തിയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഒന്നും പറ്റിയുമില്ല. ഉറച്ച ഭക്തിയില്, അതിയായിട്ടുള്ള ഭക്തിയില് ഇന്ദ്രദ്യുമ്നൻ മുഴുകിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മഹർഷി വന്നത് അറിയാതെ ഇരുന്നത്. പക്ഷേ മഹർഷിക്ക് ഭയങ്കര കോപം വന്നു. കുംഭോദ്ഭവനായ അഗസ്ത്യ മഹർഷി, കുടത്തിൽ നിന്നും ഉണ്ടായവനായ അഗസ്ത്യ മഹർഷി സംഭൃത ക്രോധഭാര, കലശലായി ഇവിടെ കോപിച്ച്, അതായത് ഈ അനാദരം കണ്ട്, ഈ ആദരിക്കാതിരിക്കുന്ന ഈ അവസ്ഥ കണ്ട് കലശലായി കോപിച്ച്, സംഭൃത ക്രോധഭാര, വളരെയധികം കോപം വന്നു മഹർഷിക്ക്. അങ്ങനെ മഹർഷി കോപിച്ച് സ്തപ്താത്മാ, അതായത് ഒരു കൂസലുമില്ലാതെ, അനക്കമില്ലാതെ ഇരിക്കുന്ന നീ ഹസ്തിഭൂയം, ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ഹസ്തിഭൂയം ആ ഒരു ആനയായി പോകട്ടെ, ഭജ ഇതി എന്നിങ്ങനെ ഏനം ശപ്ത്വ, ഇവനെ ശപിച്ചു. മഹർഷിക്ക് കലശലായ ദേഷ്യം വന്നു. ഒരനക്കവുമില്ലാത്ത പാറ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ മഹർഷിക്ക് വന്ന ആ ദേഷ്യം ഇവിടെ ശാപമായിട്ട് മാറി. കൂസലില്ലാതെ എങ്ങനെ ഇരിക്കണം, നീ ഒരു ആനയായി പോകട്ടെ എന്ന് രാജാവിനെ ശപിച്ചു. അങ്ങനെ ശപിച്ച ശേഷം പ്രത്യഗാത്, അവിടുന്ന് തിരികെ പോയി. സ അഭി, ആ രാജാവും ത്വത് സ്മൃതി വ്യക്തിധന്യം, ഭഗവത് സ്മരണ തെളിഞ്ഞ് പ്രകാശിക്കുന്നത് മൂലം ഹസ്തീന്ദ്രത്വം ലേഭേ, ആ ആനയുടെ രൂപം ആയിട്ട് കിട്ടിയിട്ടും, ശാപം മൂലം ആനയായിട്ടും ഇവിടെ ധന്യനായി കഴിഞ്ഞുകൂടി. അതായത് ആപത്തിലും ഭഗവത് ഭക്തന്മാർക്ക് യാതൊരു കൂസലും ഉണ്ടാവില്ല. ഭഗവത് സ്മൃതി, ആ ഭഗവാനെ സ്മരിക്കുന്നത് തന്നെയാണ് പിന്നീട് മോക്ഷത്തിനുള്ള വഴി എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഭഗവത് ഭക്തനായിട്ടും ഈ അഗസ്ത്യമുനിയുടെ ശാപം അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഈ രാജാവിന് ആനയുടെ രൂപം കിട്ടിയിട്ടും ഒരു വിഷമവും ഉണ്ടായില്ല. കാരണം അത്രയധികം
ഭഗവാനെ സ്മരിക്കുന്ന ആളാണ് ഇന്ദ്രദ്യുമ്നൻ. അതുകൊണ്ട് തന്നെ ഇന്ദ്രദ്യുമ്നന് ഒരു വിഷമവും തോന്നിയില്ല, ധന്യനായിട്ട് തന്നെ കഴിഞ്ഞുകൂടി എന്നിവിടെ പറയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.